Hi all, welcome to One's Coaching. അപ്പോൾ KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്നത് കൺട്രോൾ സിസ്റ്റത്തിന്റെ ECT 307 എന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മൊഡ്യൂൾ 1 പാർട്ട് ബി. പാർട്ട് എയിൽ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് കണ്ടു അല്ലേ മൊഡ്യൂൾ 1 നിന്ന്. ഇനി പാർട്ട് ബിയിലേക്കാണ് പോകുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇങ്ങനെയാണ് 2 ചോയ്സ് ആയിട്ടാണ് പാർട്ട് ബി വരിക. ഇതാ ഇവിടെ ഇപ്പോൾ മൊഡ്യൂൾ 1ൽ നിന്ന് ഫസ്റ്റ് ചോയ്സ് 11A എന്ന് പറഞ്ഞ് ഫസ്റ്റ് ചോയ്സ് 11 എന്ന് പറഞ്ഞ ഫസ്റ്റ് ചോയ്സും 12 എന്ന് പറയുന്ന സെക്കൻഡ് ചോയ്സും ഇതിലെ ഏതെങ്കിലും ഒരു ചോയ്സ് ആണ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് നോക്കുക, അതിൽ നിന്ന് സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഏതാണെന്ന് കണ്ടുപിടിച്ച് അത് അറ്റംപ്റ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ 11 എന്ന് പറഞ്ഞ ചോയ്സിൽ ഫസ്റ്റ് പാർട്ടിൽ കൊടുത്തിരിക്കുന്നത് ഒരു എന്താണ് കൺവേർഷൻ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒബ്റ്റെയിൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഗവേണിംഗ് ദ മെക്കാനിക്കൽ സിസ്റ്റം ഷോൺ ബിലോ ആൻഡ് ഡ്രോ ദ ഫോഴ്സ് കറന്റ് അനലോഗി. Okay, then in the B part, find transfer function of the given system using block diagram reduction method. ഈ block diagram reduce ചെയ്ത് transfer function ലേക്ക് എത്തുക എന്നുള്ളൊരു question. Then 12 second choice ല് first part എന്ന് പറയുന്നത് obtain the differential equations governing the mechanical system shown below and draw the force voltage analogy. First question ല് force current analogy ചോദിച്ചു, ഇവിടെ force voltage analogy ചോദിച്ചു. Then B part ല് obtain overall transfer function using Mason's gain formula. Okay, Mason's gain formula ഉപയോഗിച്ച് ട്രാൻസ്ഫർ ഫംഗ്ഷൻ റെഡ്യൂസ് ചെയ്തെടുക്കുക. ഓക്കെ, ഈ ഫുൾ ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യനും ഞാനിവിടെ സോൾവ് ചെയ്യും. പക്ഷെ എക്സാമിന് എഴുതുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് രണ്ടും അറിയാവുന്ന ചോയ്സ് ഏതാണോ ആ ചോയ്സ് അറ്റംപ്റ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. 11A ഒരു ബ്ലോക്ക് ഡയഗ്രാം തന്നിട്ടുണ്ട്, ഒരു മെക്കാനിക്കൽ സിസ്റ്റം തന്നിട്ടുണ്ട്. ഒബ്റ്റെയിൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഗവേണിംഗ് ദ മെക്കാനിക്കൽ സിസ്റ്റം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതാൻ പറയുന്നു. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ എഴുതാം? നമ്മൾ d²x/dt² + dx/dt എന്ന രീതിയിൽ ഇതിന്റെ ഫോഴ്സ് ബാലൻസ് ഇക്വേഷൻ എഴുതുന്നുണ്ട് അല്ലേ? ആ ഫോഴ്സ് ബാലൻസ് ഇക്വേഷൻ തന്നെയാണ് ഇവിടെ ഈ പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഗവേണിംഗ് ദ മെക്കാനിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അത് എഴുതുന്ന ഫസ്റ്റ് പാർട്ടിൽ. ദെൻ സെക്കൻഡ് പാർട്ടിൽ ഫോഴ്സ് കറന്റ് അനലോഗസ് സർക്യൂട്ട് വരയ്ക്കാൻ പറയുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യനിൽ ഡ്രോ ദ ഫോഴ്സ് കറന്റ് ഇലക്ട്രിക്കൽ അനലോഗ് സർക്യൂട്ട് എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ ഡയറക്റ്റ് ഇതിന് നമ്മൾ ഫോഴ്സ് കറന്റ് അനലോഗി സർക്യൂട്ട് ആയിട്ട് അങ്ങ് വരച്ചാൽ മതി. വേറെ എക്സ്പ്രഷൻ വൈസ് ഉള്ള ഡെറിവേഷൻസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതാം. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതാനായിട്ട് നമ്മൾ ഏതാണ് നോഡൽ പോയിന്റ്സ് ആയിട്ട് എടുക്കുക? മാസ് പോയിന്റുകളാണല്ലേ, അല്ലെങ്കിൽ മാസ് എന്ന് പറയുന്ന M1 M2 എന്ന് പറയുന്ന ഈ ടേംസ് ആണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതാനായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് മാസിൽ അറ്റ് M1 ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതാം. M1ന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? x1 ആണ്. ആൻഡ് ഈ എമ്മിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ എലമെന്റ്സിന്റെയും ഫോഴ്സ് ഇക്വലന്റ് എഴുതുക. അപ്പൊ എന്തൊക്കെയുണ്ട് M1ൽ? എന്തൊക്കെ വരുന്നുണ്ട്? M1ൽ ഇതാ ഫോഴ്സ് F ഉണ്ട്. പിന്നെ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാ? അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് M1ലേക്ക് വരുന്ന ഫോഴ്സ് F ഉണ്ട്. ദെൻ പിന്നെ കണക്ട് ചെയ്തിരിക്കുന്നത് K12 D12 D1 K1 ഇത്രയും ടേംസ് ആണ് അല്ലേ? ഇത് ഓരോന്നിന്റെയും ഇക്വലന്റ് ആയിട്ട് എഴുതണം. അപ്പൊ M1 ആയതുകൊണ്ട് M1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേം എന്താ? ആക്സലറേഷൻ ടേം ആയിരിക്കും M1 D x1. അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് x1 ആയതുകൊണ്ട് സെക്കൻഡ് ഡിഗ്രി ആക്സലറേഷൻ ടേം ആണ് d² x1 by dt² പ്ലസ് ഇതിനകത്തേക്ക് വരുന്നത് K12ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേം ഉണ്ട്. K12ന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ K12 ഇൻറ്റു K12 എന്ന് പറയുന്നത് x2നും x1നും ഇടയ്ക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ M1ൽ എഴുതുന്നുണ്ട് x1 മൈനസ് x2 എന്ന് എഴുതും. x1 മൈനസ് x2 പ്ലസ് ഇത് കഴിഞ്ഞു. അടുത്ത് D12 എന്ന് പറയുമ്പോൾ വെലോസിറ്റി ടേം ആണ്. അപ്പൊ D12 ഇൻറ്റു d/dt ഓഫ് അഗെയിൻ അത് കണക്ട് ചെയ്തിരിക്കുന്നത് x2നും x1നും ഇടയ്ക്കാണ്. സോ നമുക്ക് എഴുതാം x1 മൈനസ് x2 പ്ലസ് ഇനിയുള്ളത് K1ഉം D1ഉം അത് കണക്ട് ചെയ്തിരിക്കുന്നത് M1നും ഗ്രൗണ്ടിനും ആയിട്ടാണ്. അപ്പോൾ ഇതിന് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉള്ളൂ, x1 എന്നാണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ അതിന്റെ ടേംസ് കൂടി എഴുതാം. K1 x1 പ്ലസ് D1
dx1 by dt. ഇത്രയാണ് എന്ത് M1 വരുന്ന ഫോഴ്സ്. ഓൾസോ ഇവിടെ ഒരു ഫോഴ്സ് എഫ് കൂടി ഉണ്ട് അല്ലേ. അപ്പൊ ഇത്രയും ഫോഴ്സിനെ ബാലൻസ് ചെയ്തിട്ടായിരിക്കും ഫോഴ്സ് എഫ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി എന്ന് കൊടുക്കാം. ഡിഫറൻഷ്യൽ ആയിട്ട് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്നുള്ള രീതിയിൽ എഫ് ഓഫ് ടി എന്നാണ് ഫോഴ്സ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ M1 ഫോഴ്സ് ഇക്വേഷൻ എഴുതി. ഇതുപോലെ തന്നെ എവിടെയും വരും, M2 വരും. ഞാൻ ഇവിടെ എഴുതാണ് അറ്റ് M2. M2 എന്തെല്ലാം ഉണ്ട്? M2 വരുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാ? ഇവിടെ K2 D2 K12 D12 ഇത്രയും ഫോഴ്സുകളുള്ള, അതായത് എഫ് K2 പ്ലസ് എഫ് D2 പ്ലസ് എഫ് K12 പ്ലസ് എഫ് D12 ഈക്വൽ ടു 0 എന്ന രീതിയിലാണ് ഇതിന്റെ എക്സ്പ്രഷൻ വരിക. ഇവിടെ ഞാൻ അങ്ങനെ എഴുതിയില്ല എന്നേ ഉള്ളൂ. എഴുതണമെങ്കിൽ ജസ്റ്റ് ഒരു FM2 കൂടി ഉണ്ട്, FM2 പ്ലസ്. ഇവിടെ എഴുതുവാണെങ്കിലോ എഫ് M1 പ്ലസ് എഫ് K12 പ്ലസ് എഫ് D12 പ്ലസ് എഫ് K1 പ്ലസ് എഫ് D1 പ്ലസ് ഈക്വൽ ടു എഫ് ഓഫ് ടി. അപ്പൊ അതിന്റെ എക്സ്പാൻഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഓരോ ടേംസും എക്സ്പാൻഡ് ചെയ്യുക. അത് എക്സ്പാൻഡ് ചെയ്ത് നെക്സ്റ്റ് പേജിൽ എഴുതാം. അറ്റ് M2 ആണ്. അപ്പൊ ഫസ്റ്റ് ഉണ്ടായിരുന്നത് എഫ് M2. M2ന്റെ ഡിസ്പ്ലേസ്മെന്റ് x2 ആണ്. സോ ടി ബൈ ഡി ടി x2 പ്ലസ് M2 into d square x2 by dt square പ്ലസ് സെക്കൻഡ് ടേം വന്നിരിക്കുന്നത് K2 ആണ്. K2 എന്ന് പറയുന്നത് x2 ഡിസ്പ്ലേസ്മെന്റ് മാത്രമേ ഉള്ളൂ. സോ എങ്ങനെ എഴുതാം? K2 into x2 പ്ലസ് ദെൻ D2. D2 എന്ന് പറയുന്നതിനും ഒരേ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉള്ളൂ. D2 into dx2 by dt പ്ലസ് K12. K12 എന്ന് പറയുന്നത് M2നും x1നും അല്ലെങ്കിൽ M2നും M1നും ഇടയ്ക്കുള്ളതാണ്. പക്ഷെ നമ്മളിപ്പോൾ എഴുതുന്ന ഇക്വേഷൻ M2 ആയതുകൊണ്ട് അവിടെ എക്സ്പ്രഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? K12 into x2 മൈനസ് x1 എഴുതുക. ഇത് ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ കേസിൽ ഈ പറഞ്ഞ K12ന്റെ എക്സ്പ്രഷൻ എഴുതിയപ്പോൾ എങ്ങനെ എഴുതിയത്? x1 മൈനസ് x2 എന്ന രീതിയിൽ എഴുതിയത്. കാരണം അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് M1 എന്ന മാസമായിരുന്നു. ഇവിടെ എഴുതുമ്പോൾ M2 എന്നുള്ള മാസിലാണ് നമ്മൾ ഇക്വേഷൻ എഴുതുന്നത്. സോ x2 മൈനസ് x1 എന്ന് വേണം എഴുതാൻ. ഓക്കെ, ദെൻ പ്ലസ് നെക്സ്റ്റ് ഏതാണ്? K12 കഴിഞ്ഞ് D12 ഉണ്ട്. D12 x1നും x2നും ഇടയിലാണ്. അപ്പം അതിൻ്റെ വെലോസിറ്റി കിട്ടും. എഴുതുക D12 ഇൻറ്റു dx2 മൈനസ് x1 ഡിവൈഡ് ബൈ dt ഈക്വൽ ടു 0. വേറെ ഇക്വേറ്റ് ചെയ്യാൻ ഫോഴ്സുകളൊന്നും അവിടെ ആക്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ രണ്ട് മാസിലുള്ള ഫോഴ്സ് ബാലൻസ് ഇക്വേഷൻ നമ്മൾ എഴുതി. ഇത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഗവേണിംഗ് ദ മെക്കാനിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ നെക്സ്റ്റ് എന്താ ചോദിച്ചിരിക്കുന്നത്? ഫോഴ്സ് കറന്റ് ഇലക്ട്രിക്കൽ അനലോഗസ് സർക്യൂട്ട് ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫോഴ്സ് കറന്റ് അനലോഗി അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് ഫോഴ്സ് കറന്റ് അനലോഗി എഴുതുക? ഫ്രഷ് ആയിട്ട് എഴുതാം. ഫോഴ്സ് കറന്റ് അനലോഗി എഴുതുമ്പോൾ ഫോഴ്സിന് ഇക്വലന്റ് ആയിട്ട് ഇത് മെക്കാനിക്കൽ സിസ്റ്റവും ഇലക്ട്രിക്കൽ സിസ്റ്റമാണ്. മെക്കാനിക്കൽ സിസ്റ്റത്തിന് ഫോഴ്സ് ആണെങ്കിൽ അത് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ കറണ്ട് ആകും എന്നുള്ളതാണ് കൺസെപ്റ്റ്. അപ്പം എങ്ങനെയാ നമ്മൾ KCL ഇക്വേഷൻസിന്റെ ബേസിസിലാണ് ഈ ഒരു കൺവേർഷൻ നടത്തുക. ഇവിടെ കൺവേർഷൻ ഇക്വേഷൻസ് ഒന്നും എഴുതാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിന്റെ കൺവേർഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഫിഗർ ഡയറക്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കത് എഴുതാം. ഫോഴ്സ് കറന്റ് അനലോഗി എങ്ങനെ ചേഞ്ച് ആവും എന്നുള്ളത് ആദ്യം എഴുതാം. നമുക്കറിയാം 3 ടേംസ് ഉണ്ടല്ലേ. മാസ് ഉണ്ട്, ഡാഷ്പോട്ട്, മാസ് ടേം ഉണ്ട്, ഡാഷ്പോട്ട് ടേം ഉണ്ട്, ദെൻ സ്പ്രിംഗ് കോൺസ്റ്റന്റ് K വരുന്ന ടേംസ് ഉണ്ട്. എങ്ങനെ ഇതിന്റെ കൺവേർഷൻ വരിക? മാസ് ടേംസ് കറസ്പോണ്ടിങ് ആയിട്ട് എന്താവും? കപ്പാസിറ്റൻസ് എലമെന്റ് ആവും അല്ലെ, കപ്പാസിറ്റൻസ് ആവും. ഡാഷ്പോട്ട് ആണെങ്കിലോ, ഡാഷ്പോട്ട് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് ടേം ആയിട്ട് കൺവേർട്ട് ആവും. ഇവിടെ അതിന്റെ വാല്യൂ 1/R എന്നാണ് കൺവേർട്ട് ആയി വരിക. ദെൻ സ്പ്രിംഗ് കോൺസ്റ്റന്റ് K ടേംസ് ആണെങ്കിൽ അത് ഇൻഡക്റ്റൻസ് ആയിട്ടാണ് കൺവേർട്ട് ആവുക. ഓക്കെ, ഇൻഡക്റ്റൻസിന്റെ വാല്യൂ എഴുതുക 1/L എന്നാണ്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഫോഴ്സ് കറണ്ടിന്റെയും ഫോഴ്സ് വോൾട്ടേജിന്റെയും
അറിഞ്ഞിരിക്കണം, എന്നാലാണ് ഈ കൺവേർഷൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ നമുക്ക് ഫോഴ്സ് കറണ്ട് ആണ് വേണ്ടത്. അപ്പോൾ ഫോഴ്സ് കറണ്ടിന് ഇതുപോലെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഫിഗറിനെ അതുപോലെ തന്നെ ആദ്യം മെക്കാനിക്കലായിട്ട് തന്നെ ഇതിനെ കൺവേർട്ട് ചെയ്തൊരു സർക്യൂട്ട് രൂപത്തിലേക്ക്, ഇലക്ട്രിക്കൽ സർക്യൂട്ട് രൂപത്തിലേക്ക് ആക്കാം. അതിനുശേഷം ഓരോ ടേംസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നോക്കുക, ഇവിടെ മാസ് 1 മാസ് 2 രണ്ട് മാസ് ടേംസ് ഉള്ളത് അല്ലേ. അപ്പൊ ഈ മാസ് ടേംസിലേക്കാണ് ബാക്കി എല്ലാ എലമെന്റ്സും കണക്ട് ആയിട്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ കൺവേർഷനിൽ നമ്മൾ സാധാരണ എടുക്കുന്ന ഒരു റൂളാണ്, ഇത് എത്ര മാസ് ടേംസ് ഉണ്ടോ അത്രയും നോഡുകളാണ് ഫോഴ്സ് കറന്റ് അനലോഗിയിൽ. കാരണം ഫോഴ്സ് കറന്റ് അനലോഗി നമ്മൾ എഴുതുന്നത് KCL അല്ലെങ്കിൽ കിർച്ചോഫ്സ് കറന്റ് ലോയുടെ ബേസിസിലാണ്. അപ്പോൾ അവിടെ എത്ര നോഡുകളുണ്ട്, അതിലേക്ക് പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എലമെന്റ്സ് എങ്ങനെയാണ് എന്നുള്ളത് ഈ ഒരു ഐഡിയയിൽ നിന്ന് കിട്ടുന്നത്. ഇവിടെ രണ്ട് മാസ് ടേംസ് ഉണ്ട്. സോ നമുക്ക് പറയാം എന്തെന്നാ, രണ്ട് നോഡുകൾ ഉണ്ടാകും എന്ന് പറയാം. ഞാനിവിടെ ജസ്റ്റ് ഇവിടെ നോട്ടായിട്ട് ചെയ്തിട്ടുണ്ട് 2 മാസ് ടേംസ്. Therefore 2 nodes will be there in electrical circuit. Okay, then പിന്നെ എന്താ ഇതിന്ന് കാണാനുള്ളത്, ഇവിടെ F എന്ന് പറയുന്ന എക്സ്റ്റേണൽ ഫോഴ്സ്, ഈ ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കുന്നത് എവിടെയാണ്, മാസ് 1ലാണ്. അതായത് മാസ് 1ലാണ് എക്സ്റ്റേണൽ ഫോഴ്സ് ഉള്ളത്. നമ്മൾ സർക്യൂട്ടായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ, ഇലക്ട്രിക്കൽ സർക്യൂട്ട് വരുമ്പോൾ നമുക്ക് പറയാം, അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ സർക്യൂട്ടിലേക്ക് വരുമ്പോൾ എന്തായിട്ട് വരും, കറന്റ് സോഴ്സ് ആയിട്ട് വരും. കറന്റ് സോഴ്സ് ആയിട്ട് വരും. ഈ കറന്റ് സോഴ്സ് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത് എവിടെയാണ്, അറ്റ് M1 ആയിരിക്കും, അല്ലെങ്കിൽ അറ്റ് നോഡ് 1 ആയിരിക്കും എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇത്ര ഐഡിയ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ സർക്യൂട്ട് വരയ്ക്കാം. ഇതിന്റെ സർക്യൂട്ട് വരയ്ക്കുമ്പോൾ രണ്ട് നോഡുകളുണ്ട്. ഫസ്റ്റ് നോഡ് ഇത് X1, സെക്കൻഡ് നോഡ് X2. നമ്മളിപ്പോൾ കണ്ടു, ഫസ്റ്റ് നോഡിലേക്കാണ് ഏത് വന്നിരിക്കുന്നത്, നമ്മുടെ കറന്റ് സോഴ്സ് കണക്റ്റഡ് ആയിരിക്കുന്നത്. അതായത് എഫിന് ഇക്വലന്റ് ആയിട്ടുള്ള കറന്റ് സോഴ്സ്. ഓക്കെ, കറന്റ് സോഴ്സ് അവിടെ കണക്റ്റഡ് ആയിട്ടുണ്ട്. ദെൻ ഫസ്റ്റ് നോഡിലേക്ക് എന്തൊക്കെ വരുന്നുണ്ട്, അതായത് മാസ് 1ലേക്ക് വേറെ എന്തൊക്കെ വരുന്നുണ്ട്, K1 D1 K12 D12 അല്ലേ. അപ്പൊ അത്രയും ടേംസ് അവിടെ വരച്ചു കൊടുക്കാം. കറന്റ് സോഴ്സ് ഉണ്ട്. ദെൻ M1 ഇക്വലന്റ് ആയിട്ട് ഒരു M1 ടേം വരും അവിടെ, M1 ടേം വരും. ദെൻ എന്താണ്, K1 D1 വന്നു, K1 D1 വന്നു. ഇത്രയാണ് ഈ മാസ് 1ഉം ഗ്രൗണ്ടും ആയിട്ടുള്ള കണക്ഷനിൽ നിൽക്കുന്നത് അല്ലേ. K1 D1 ദെൻ ഈ ഒരു കറന്റ് സോഴ്സ്. ദെൻ ഇവിടെ നോക്കുക, K12 D12 ഇതും മാസ് 1ലേക്ക് കണക്റ്റഡ് ആവുന്നുണ്ട്. പക്ഷെ അതെങ്ങനെയാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്, M2നും M1നും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. M2നും M1നും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് കണക്ട് ആയിട്ടിരിക്കുന്നത്. അതിൽ നമുക്ക് എന്താ മനസ്സിലാക്കാവുന്നത്, രണ്ടിനും കോമൺ ആയിട്ടാണ്. അതായത് M1 M2 ഈ രണ്ട് നോഡുകളുടെയും ഇടയ്ക്കായിട്ടായിരിക്കും ഈ ഒരു കണക്ഷൻ വരിക. ഓക്കെ, അപ്പോൾ ഇതൊരു നോഡ്, ഇത് നമ്മുടെ ഫസ്റ്റ് നോഡ്. ദെൻ സെക്കൻഡ് നോഡ് ഇതാണല്ലോ. ഇവിടെ K12 ഇവിടെ D12 ഇങ്ങനെ ഇത് രണ്ടും പാരലായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ വരും. രണ്ട് നോഡുകൾക്ക്, അതായത് X1 എന്ന നോഡും X2 എന്ന നോഡിനും കോമൺ ആയിട്ടായിരിക്കും അത് നിൽക്കുക. ഇനി ഇതുപോലെ X2 എന്ന് പറഞ്ഞ നോഡിൽ എന്തൊക്കെയുണ്ട് എന്ന് നോക്കുക. അവിടെ K2 ഉണ്ട്, D2 ഉണ്ട്, ദെൻ M2ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ടേം കൂടി വരും. ഇവിടെ ഒരു K2 വരും, ദെൻ ഒരു D2 വരും, ദെൻ M2ന്റെ ടേം വരും. ഇനി എന്ത് ചെയ്യാം, അപ്പൊ നമുക്ക് സർക്യൂട്ടായി. ഇതിനകത്ത് എന്ത് ചെയ്താൽ മതി, ഈ ഓരോന്നിന്റെയും ഈ പറഞ്ഞത് മാസ് എന്തായി കൺവേർട്ട് ആവും, കപ്പാസിറ്റൻസ് ആവും. D എന്ന് പറയുന്നത് 1/R ആവും, അതുപോലെ S എന്ന് പറയുന്നത് 1/L ആവും. അപ്പൊ ഇതെല്ലാം കൂടിയും ചേർത്ത് ആ ഒരു കൺവേർഷൻസ് കൂടിയും കൊടുത്താൽ, അതായത് ഈ മാസിന്റെ പ്ലേസിൽ എന്ത് ചെയ്യണം, ഒരു കപ്പാസിറ്റൻസ് C1 വെക്കണം, Kയുടെ പ്ലേസിൽ ഒരു L1 1/L1 വെക്കണം, Dയുടെ പ്ലേസിൽ 1/R1 വെക്കണം. അതുപോലെ ഓരോ ടേംസും കൺവേർട്ട് ചെയ്തെടുക്കുക. അപ്പൊ അതിന്റെ ഫിഗർ കൂടി വരയ്ക്കാം. മൊത്തത്തിൽ ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ വരച്ച ആ ഫിഗർ തന്നെ ഇവിടെ ആ എലമെന്റ്സിന്റെ അതേ സിമ്പിൾ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ, അതേ ബ്ലോക്സ് ആയിട്ട് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഈ മാസ് എന്ന് പറയുന്നത് എന്തായി മാറും, കപ്പാസിറ്റൻസ് ആയിട്ട് മാറും.
ഈ ഒരു കെ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആയിട്ട് മാറും, ഡി എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസ് ആയിട്ട് മാറും. കറക്റ്റ് പറയുമ്പോൾ ഇത് 1/R1 ആവും, ഇത് 1/L1 ആവും. ഓക്കെ, അതുപോലെ ഇവിടെയുള്ള ഈ കെ ഇൻഡക്റ്റൻസ് ആവും, ഡി റെസിസ്റ്റൻസ് ആവും. അതിന്റെ നെയിമിങ്സ് അതുപോലെ തന്നെ കൊടുക്കുക കേട്ടോ. R12 എന്നാണെങ്കിൽ D12 എന്നാണെങ്കിൽ അതിന് R12 ആക്കി കൊടുക്കുക. അതുപോലെ X2 M2 എന്നുള്ളത് C2 എന്ന് പറഞ്ഞ കപ്പാസിറ്റൻസ്, K2 എന്ന് പറയുന്നത് 1/R2 എന്നുള്ള റെസിസ്റ്റൻസ്, കെ എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസ് ആവും, ഡി എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആവും. ഓക്കെ, പാരലൽ ആയതുകൊണ്ട് അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ, 2 നോഡ് ഉണ്ട്, ഈ രീതിയിലാണ് എലമെന്റ്സ് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇത് എന്തിന്റെ ബേസിസിലാണ്? KCL ബേസിസിലാണ് ഇലക്ട്രിക്കൽ അനലോഗി നമ്മൾ വരച്ചത്. ഓക്കെ, അപ്പം അത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളത്. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് 11th ചോയ്സിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ ഗിവൺ സിസ്റ്റം യൂസിങ് ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ മെത്തേഡ്. ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇതിനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കുക. ഇതിനെ റെഡ്യൂസ് ചെയ്യാൻ ഒരു ബ്ലോക്ക് ഡയഗ്രാം കിട്ടുമ്പോൾ തന്നെ അതിനകത്ത് എന്താണ് ക്ലോസ്ഡ് ലൂപ്പായിട്ട് നിൽക്കുന്നത്, അതായത് G/1 + GH അല്ലെങ്കിൽ G/1 - GH എന്നുള്ള രീതിയിൽ ഫീഡ്ബാക്ക് ലൂപ്പുകൾ ഉണ്ടെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്ത് വെക്കുക. അപ്പൊ അങ്ങനെ ഇതിനകത്ത് നോക്കുമ്പോൾ തന്നെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഇതൊരു ലൂപ്പായിരുന്നു, പക്ഷെ അതിന്റെ ഇടയ്ക്കൂടെ ഇന്റർ കണക്ഷൻസ് പോകുന്ന കാരണം നമുക്ക് അതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ലൂപ്പ് നോക്കിയേ, ഇതും ഒരു ലൂപ്പാണല്ലേ, പക്ഷെ അവിടെയും ഇവിടെ നിന്ന് ഒരു പോയിന്റ് ഇങ്ങനെ പോകുന്നതുകൊണ്ട് അതും നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? ഈ ടാപ്പിംഗ് പോയിന്റ് മാറ്റി കൊടുക്കും അല്ലേ. ഈ ടാപ്പിംഗ് പോയിന്റ് മാറ്റി കൊടുക്കാൻ പറ്റുന്നത് എങ്ങോട്ടേക്കാ? അപ്പൊ ഈ പോയിന്റ് ഇവിടെ നിന്ന് എടുത്ത് ഞാൻ ഈ പൊസിഷനിലേക്ക് കൊടുക്കുവാണെങ്കിൽ ഈ ഒരു ലൂപ്പ് എനിക്ക് ഫ്രീ ആയി കിട്ടും അല്ലേ. ഈ ഒരു ലൂപ്പ് ഫ്രീ ആയി കിട്ടും. അപ്പൊ ഈ പോയിന്റിനെ ഇങ്ങോട്ടേക്ക് മാറ്റുമ്പോൾ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് അങ്ങ് മാറ്റാൻ പറ്റുമോ? ഇങ്ങോട്ടേക്ക് മാറ്റുമ്പോൾ എന്താണ്, ഈ H1ന്റെ വാല്യൂ അല്ലെങ്കിൽ ഈ ഫീഡ്ബാക്കിന്റെ വാല്യൂ ചേഞ്ച് ആകാത്ത രീതിയിൽ വേണം മാറ്റാൻ. ഇവിടെ നിന്ന് ഒരു ലൂപ്പ് ഇങ്ങനെ പോകുമ്പോൾ ഇത് H1 ആയിരുന്നു, ഇതിന്റെ അപ്പുറത്തേക്ക് പോയിന്റ് മാറ്റി കൊടുക്കുമ്പോൾ എന്ത് പറ്റും? ഈ G3 എന്ന് പറയുന്നത് ഈ ലൂപ്പില് അൺവാണ്ടഡ് ആയിട്ട് മൾട്ടിപ്ലൈഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ മൾട്ടിപ്ലൈഡ് ആയിട്ട് വരുന്നതിനെ അവോയ്ഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ അവോയ്ഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഈ ലൂപ്പിനെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുക്കാം, പക്ഷേ എന്ത് ചെയ്യണം? ഈ H1 എന്നുള്ളത് H1/G3 എന്ന് ആക്കി കൊടുക്കണം അല്ലേ. അപ്പോൾ അങ്ങനെ ആക്കി കൊടുത്ത് നമുക്ക് സർക്യൂട്ട് ഒന്ന് റീഡ്രോ ചെയ്യാം. H1/G3 എന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് ഉള്ളത് ഈ ഒരു ലൂപ്പാണ് അല്ലേ. ഈ ഒരു ലൂപ്പാണ് പിന്നെ ബാലൻസ് ഉള്ളത്, വേറെ ഒരു കളറിൽ ചെയ്യാതെ. ഈ ഒരു ലൂപ്പാണ് പിന്നെ ബാലൻസ് ഉള്ളത്. ആ ലൂപ്പിനെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെന്ന് വരും? G2/G3 ഡിവൈഡഡ് ബൈ 1 + G2/G3 × H2 അല്ലേ നമ്മുടെ ഇക്വേഷൻ. G/1 + GH എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ജിയുടെ പ്ലേസിലുള്ളത് G2/G3 ആണ്, Hന്റെ പ്ലേസിൽ H2 ആണ്. അപ്പോൾ ഇത് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെന്ന് വരും? G2/G3 ഡിവൈഡഡ് ബൈ 1 + G2/G3 H2 എന്ന് വരും. അപ്പോൾ അങ്ങനെ ഒരു ബ്ലോക്ക് ആയിട്ട് അത് കൊടുക്കാം. ദെൻ ഈ ഒരു ലൂപ്പും കൂടി ആക്കി ഇത് റീഡ്രോ ചെയ്യാം. ഓക്കെ, റീഡ്രോ ചെയ്യുമ്പോൾ 2 സമ്മിങ് പോയിന്റ്സ് ഉണ്ട്, ദെൻ G1 ഉണ്ട്, G1, ദെൻ ഈ ഒരു ബ്ലോക്ക് ഒറ്റയടിക്കാക്കി നമ്മൾ ചേഞ്ച് ചെയ്തത് എങ്ങനെയാ? G2/G3/1 + G2/G3 H2. അപ്പൊ അതവിടെ കൊടുത്തു. ഇനി 2 ഫീഡ്ബാക്ക് ലൂപ്പുകൾ വരുന്നുണ്ട്. ഫസ്റ്റ് ലൂപ്പ് ഇവിടേക്ക്, ഇതിനാണ് എന്ത് H1/G3 എന്ന് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്തത്. ദെൻ നെക്സ്റ്റ് വൺ ഒരു യൂണിറ്റി ഫീഡ്ബാക്ക് ലൂപ്പാണ്. ഓക്കെ, ഇത് R ആണ്, ഇത് പ്ലസ്, ഇത് മൈനസ്, ഇത് രണ്ടും പ്ലസ് ആണ്. ഓക്കെ, ഔട്ട്പുട്ട് പറയുന്നത് R
സി എന്നാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം നെക്സ്റ്റ് സ്റ്റെപ്പിൽ? ഇത് രണ്ടും കൂടി നമുക്ക് കമ്പൈൻ ചെയ്യാം അല്ലേ. G1 into G2 G3 by 1 plus G2 G3 H2 എന്നുള്ളത് കമ്പൈൻ ചെയ്ത് G1 G2 G3 ഡിവൈഡ് ബൈ 1 plus G2 G3 H2 എന്നാക്കാം. ഓക്കെ, ഞാൻ ഈ സ്റ്റെപ്പിൽ തന്നെ അങ്ങ് ചെയ്യുവാണേ. ഇവിടെ ഒരു G1 കൂടി വരും. ഇനി എന്ത് ചെയ്യാം? ഇതിന്റെ അകത്ത് ഒരു ലൂപ്പ് കാണുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഇത് എന്ത് ഫീഡ്ബാക്ക് ആണ്? പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. ഇതിന്റെ എക്സ്പ്രഷൻ വരുമ്പോൾ G ഡിവൈഡ് ബൈ 1 പ്ലസ് എന്നാണോ വരിക? G ഡിവൈഡ് ബൈ 1 മൈനസ് GH എന്നാണ് വരിക. ഓക്കെ, അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് നമുക്കൊരു ലൂപ്പാക്കി എഴുതാം. ഈ ബ്ലോക്ക്, ഈ ഫസ്റ്റ് ലൂപ്പ്, ഈ ഒരു ലൂപ്പ് റെഡ്യൂസ് ചെയ്ത് എങ്ങനെ എഴുതാം? ഇതിന്റെ എക്സ്പ്രഷൻ ആയിട്ട് എഴുതിക്കേ. G1 G2 G3 by 1 plus G2 G3 H2, ഇതാണ് G എന്ന് പറഞ്ഞിട്ടോ. ഡിവൈഡഡ് ബൈ 1 മൈനസ് GH, ഇതാണ് G, ഇതാണ് H. ഓക്കെ, അതായത് G1 G2 G3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് G2 G3 H2 ഇൻറ്റു H1 ബൈ G3. ഇവിടെ G3 ഈ G3 ക്യാൻസൽ ആയി പോവും. ബാലൻസ് ഉള്ളത് ഇവിടെ ഒരു ബ്ലോക്കായിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം ഈ ബ്ലോക്കിൻ്റെ അകത്ത്, ഈ ഗ്രീൻ കളറിൽ ഈ ബ്ലോക്കിൻ്റെ അകത്ത് വരുന്ന ടേമാണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ആ ഒരു ബ്ലോക്കിനകത്ത് ഇത് വന്നു. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഒരു ബ്ലോക്കും പിന്നെ ഈ ഒരു ഔട്ടർ യൂണിറ്റി ഫീഡ്ബാക്ക് ലൂപ്പും ഉള്ള H=1 വരുന്ന ഒരു യൂണിറ്റി ഫീഡ്ബാക്ക് ലൂപ്പാണ് പിന്നെ ഉള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫൈനൽ ആൻസറിലേക്ക് എത്തിക്കാമല്ലോ. ഇതിനെ റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതെന്തെന്ന് കിട്ടും? G1 G2 G3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് G2 G3 H2 ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് G1 G2 H1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് G2 G3 H2. ഓക്കെ, ഇങ്ങനെ റെഡ്യൂസ് ആയി. ഇപ്പം നമ്മൾ ഇവിടെ വരുന്ന ഈ ഗ്രീൻ ബ്ലോക്കിൻ്റെ അകത്ത് വരുന്ന ടേം ഇതാണ്. ഈ ഒരു യൂണിറ്റി ഫീഡ്ബാക്കും കൂടി അതിന് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫൈനൽ ആൻസർ ആയി. ഇപ്പം യൂണിറ്റി ഫീഡ്ബാക്ക് ആയതുകൊണ്ട് നമുക്കൊരു എളുപ്പമുണ്ട്. എന്താണ്? യൂണിറ്റി ഫീഡ്ബാക്ക് വരുന്ന ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതാൻ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ ജസ്റ്റ് ആ ഒരു രീതിയിൽ നമുക്കത് ചെയ്യാം. ഇതാണ് നമ്മുടെ ബ്ലോക്ക്. ഇതിൻ്റെ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ അല്ലെങ്കിൽ ഒന്നുകൂടിയും അതിൻ്റെ ഫിഗർ ഒന്ന് വരയ്ക്കാം. പ്ലസ് മൈനസ് ഇവിടെ ഒരു ബ്ലോക്ക്, ഈ ബ്ലോക്കിൻ്റെ അകത്താണ് എന്ത്? ഈ ഒരു ടേം വരുന്നത്. ദെൻ ഒരു യൂണിറ്റി ഫീഡ്ബാക്ക് ആണ് ഉള്ളത്. ഇതാണ് C, ഇതാണ് R. ഓക്കെ, യൂണിറ്റി ഫീഡ്ബാക്ക് ആയതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? ഇവിടെയുള്ള ബ്ലോക്കിൻ്റെ ന്യൂമറേറ്റർ എടുത്ത് ഡിനോമിനേറ്ററിന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ആ ടേം ഇതാണ്. പിന്നെ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിലേക്ക് ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ G1 G2 G3 by 1 plus G2 G3 H2, ഇതാണ് ഇതിൻ്റെ ന്യൂമറേറ്റർ. അത് ഡിനോമിനേറ്ററിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്കത് എഴുതാം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ C/R is equal to G1 G2 G3 by 1 plus G2 G3 H2, ഇതാണ് ന്യൂമറേറ്റർ. ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്താണ്? 1 മൈനസ് G1 G2 H1, 1 മൈനസ് G1 G2 H1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് G2 G3 H2. ഓക്കെ, അപ്പം ഇതായിരുന്നു ഈ ബ്ലോക്കിൻ്റെ അകത്ത് വരുന്നത്. ഇപ്പം ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിലേക്ക് ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഈ ഒരു ടേം അങ്ങ് ആഡ് ചെയ്യുക. അപ്പോൾ പ്ലസ് G1 G2 G3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് G2 G3 H2. ഇനി എന്ത് ചെയ്യാം? ഇവിടെ നോക്കുക, ഇത് രണ്ടും ഡിനോമിനേറ്റർ 1 പ്ലസ് G2 G3 H2 തന്നെയാണ് അല്ലേ. 1 പ്ലസ് G2 G3 H2 തന്നെയാണ്. സോ ഇത് കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് എടുത്തു കഴിയുമ്പോൾ എന്തെന്ന് വരും? ഇതിങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 പ്ലസ് G2 G3 H2 ഈ 1ന്റെ പൊസിഷനിൽ വരും.
ദെൻ ന്യൂമറേറ്ററിൽ 1 + G2 G3 H2 എന്നുള്ളത് അതായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പൊ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് എന്തുണ്ട്? C/R = ന്യൂമറേറ്ററിൽ G1 G2 G3 വരും, G1 G2 G3 വരും. ദെൻ ഡിനോമിനേറ്ററിൽ ഇത് രണ്ടും പ്ലസ് ഇട്ട് എഴുതേണ്ട ആവശ്യമില്ല, ഇങ്ങനെ കോമൺ ആയിട്ട് ഒരു ടേം ആയിട്ട് എഴുതാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇവിടെ പ്ലസ് ഇങ്ങനെയായിരുന്നു. ഇവിടെ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 1ന്റെ പൊസിഷനിൽ 1 + G2 G3 H2 വന്നു, 1 + G2 G3 H2 വന്നു. ദെൻ മൈനസ് ഈ രണ്ട് ടേംസ് G1 G2, സോറി ഇത് കോമൺ ആയിട്ട് എഴുതാൻ കഴിയില്ല കേട്ടോ, G1 G2 H1ഉം G1 G2 G3, G1 G2 H1ഉം പ്ലസ് G1 G2 G1 G2 G3. ഓക്കെ, ഡിനോമിനേറ്ററിൽ ഉണ്ടായിരുന്ന 1 + G2 G3 H2 എന്നുള്ളത് ന്യൂമറേറ്റർ ആയിട്ട് കട്ട് ചെയ്ത് പോയി. ഓക്കെ, അപ്പൊ നമ്മുടെ ഫൈനൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് നമുക്ക് അപ്പോൾ കിട്ടുന്നതാണ് G1 G2 G3 / 1 + G2 G3 H2 - G1 G2 H1 + G1 G2 G3 എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഫൈനൽ എക്സ്പ്രഷൻ. അപ്പൊ നിങ്ങൾ ഈ ഒരു ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിന്റെ ഫൈനൽ എക്സ്പ്രഷന് മാത്രമല്ല മാർക്ക്, നിങ്ങൾക്ക് ഇതിന്റെ സ്റ്റെപ്സിന് മാർക്ക് കിട്ടും. അപ്പോൾ ഓരോ ബ്ലോക്ക് ഡയഗ്രം റിഡക്ഷനിൽ ഓരോ ബ്ലോക്ക് റെഡ്യൂസ് ചെയ്യുന്നതിന്റെയും ബ്ലോക്സ് വരച്ച് ചെയ്തു പോവുക. ഇൻ കേസ് നിങ്ങൾക്ക് ഫൈനൽ ആൻസർ തെറ്റിപ്പോയാലും ആ ഇൻ ബിറ്റ്വീൻ വരുന്ന സ്റ്റെപ്സിന് മാർക്സ് കിട്ടും. ഓക്കെ, ഇതായിരുന്നു ബ്ലോക്ക് ഡയഗ്രം റിഡക്ഷന്റെ ക്വസ്റ്റ്യൻ. ഫൈനൽ ആൻസർ കീ പ്രകാരം കൊടുത്തിരിക്കുന്നത് ഇതാണ്, ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ചോയ്സ് 11th ചോയ്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിപ്പോൾ ചെയ്തു. ഇനി 12th ചോയ്സ്. 12th ചോയ്സിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്താണ്? ഒബ്റ്റെയിൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഗവേണിംഗ് ദ മെക്കാനിക്കൽ സിസ്റ്റം ഷോൺ ബിലോ ആൻഡ് ഡ്രോ ദ ഫോഴ്സ് വോൾട്ടേജ് ഇലക്ട്രിക്കൽ അനലോഗസ് സർക്യൂട്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ ശ്രദ്ധിക്കുക, ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതാൻ പറയുന്നുണ്ട്, ദെൻ ഫോഴ്സ് വോൾട്ടേജ് ഇലക്ട്രിക്കൽ അനലോഗസ് സർക്യൂട്ട് വരയ്ക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ ഡെറിവേഷൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ല. അതായത് KVL ഉപയോഗിച്ച് ഫോഴ്സ് വോൾട്ടേജ് അനലോഗി ആയതുകൊണ്ട് ഇവിടെ എന്താണ് KVL ആയിരിക്കും യൂസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ KVL ഉപയോഗിച്ചിട്ടുള്ള എക്സ്പ്രഷൻസ് ഒന്നും എഴുതാൻ പറഞ്ഞിട്ടില്ല, ഡയറക്റ്റ് ട്രാൻസ്ഫോം ചെയ്യാൻ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു മാർക്ക് സ്പ്ലിറ്റപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നോക്കുക, ടോട്ടൽ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണല്ലേ. 7 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എഴുതുന്നതിന് കുറച്ച് മാർക്ക് ഉണ്ടാവുള്ളൂ. കൂടുതൽ മാർക്ക് എന്തിനായിരിക്കും? ഇതിന്റെ അനലോഗ് സർക്യൂട്ട് വരയ്ക്കുന്നതിലായിരിക്കും. അപ്പോൾ ഒരു 3+4 എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ കേസിൽ സ്പ്ലിറ്റപ്പ് വന്നിട്ടുള്ളത്. 3 മാർക്സ് ഫോർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് 4 മാർക്സ് ഫോർ അനലോഗ് സർക്യൂട്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്താണെങ്കിലും ക്വസ്റ്റ്യൻ നോക്കാം. ഇതിനകത്തേക്ക് ശ്രദ്ധിച്ചേ, ഈ ഫിഗറിൽ എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? നമ്മൾ സാധാരണ എടുക്കാറുള്ള ഫിഗേഴ്സിലെല്ലാം മാസ് ടേംസ് ഉണ്ടാവാറുണ്ടല്ലേ. ആ ബിറ്റ്വീൻ മാസ് ടേംസ് ആയിരിക്കും ഈ മെക്കാനിക്കൽ എലമെന്റ്സ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഈ പർട്ടിക്കുലർ ഫിഗറിൽ എന്താണ്? മാസ് ടേംസ് ഒന്നും കാണുന്നില്ല. അതായത് ഇവിടെ ഒരു മാസ് ടേം ഉണ്ടാവണമായിരുന്നു, ഇവിടെ ഒരു മാസ് ടേം ഉണ്ടാവണമായിരുന്നു, പക്ഷെ ഈ മാസ് ടേംസ് ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല. അതായത് മാസിന്റെ വാല്യൂ 0 ആണ് എന്ന് മനസ്സിലാക്കുക. മാസിന്റെ വാല്യൂ 0 ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെയുള്ള ഇതുപോലത്തെ സർക്യൂട്ടുകൾ വരുമ്പോൾ നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ മാസ് ടേംസ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഓരോ മാസ് ടേമിനും ഈ പറയുന്ന ഇക്വേഷൻസ് എഴുതുമായിരുന്നു അല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെ വേണ്ട. കാരണം എന്താ? മാസ് ടേംസ് ഇല്ലാത്തതുകൊണ്ട് അപ്പം ഈ ഒരു പോയിന്റിലെ ഫോഴ്സ് നോക്കുകയാണെങ്കിൽ എന്താണ്? ഈ ടേംസ് കൊണ്ടുള്ള ഫോഴ്സും ഈ ടേംസ് കൊണ്ടുള്ള ഫോഴ്സും രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യുന്ന പോലെ നമുക്ക് ഈ പോയിന്റിൽ എടുക്കാൻ പറ്റും. ഇതൊരു പോയിന്റ് A ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതുപോലെ ഇതൊരു പോയിന്റ് B ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും ഈ രണ്ട് സൈഡിലുള്ള ഫോഴ്സിന്റെ ഫോഴ്സ് ബാലൻസ് ആയിട്ട് ഇക്വേഷൻസ് എഴുതാവുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ ഇതിന്റെ ഇക്വേഷൻസ് ഒന്ന് എഴുതാം. അപ്പൊ അതിനായിട്ട് ആദ്യം ഈ പോയിന്റ് A കൺസിഡർ ചെയ്യാണ്. അറ്റ് A പോയിന്റ് Aയിൽ ഈ സൈഡിൽ നിന്ന് വരുന്ന എന്തൊക്കെയാണ്? K1ഉം B1ഉം വെച്ചിട്ടുള്ള ഫോഴ്സുകൾ അല്ലേ. അപ്പൊ അത് രണ്ട് ഡിസ്പ്ലേസ്മെന്റുകൾക്ക് ഇടയ്ക്കാണ്, x1ഉം x0നും ഇടയ്ക്കാണ്. അപ്പൊ അതിന്റെ എക്സ്പ്രഷൻസ് എഴുതുമ്പോൾ FK1 + FB1 =
ഈ സൈഡിൽ നിന്നുള്ളത് എന്താ B2 വെച്ചിട്ടുള്ളത്. ഓക്കെ, FB2 ഈ രീതിയിലായിരിക്കും ഇവിടെ ഇതിൻ്റെ ഇക്വേഷൻ വരിക. FK1 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? K1 ഇൻറ്റു x1 മൈനസ് x0 എന്ന് എഴുതാം. ദെൻ B1ന്റെ വെലോസിറ്റി ടേം ആണ് B1 ഇൻറ്റു d x1 മൈനസ് x0 ബൈ dt എന്ന് എഴുതാം, ഈക്വൽ ടു B2 എന്ന് പറയുമ്പോൾ x0യ്ക്കും y-ക്കും ഇടയ്ക്കാണ്. സോ B2 ഇൻറ്റു d ബൈ dt ഓഫ് x0 മൈനസ് y. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരിക. ഓക്കെ ആണല്ലോ. ഇതുപോലെ അറ്റ് ബിയും എഴുതുക, അറ്റ് ബി. ഈ പോയിന്റിൽ എന്തൊക്കെയാണ്? രണ്ട് ഫോഴ്സുകളുള്ളല്ലേ. FB2 വെച്ചിട്ടുള്ള ഫോഴ്സ് ഈക്വൽ ടു FK2 എന്ന് വരും. അപ്പം അത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ FB2 എങ്ങനെ എഴുതാം? FB2 എന്ന് പറഞ്ഞാൽ B2 ഇൻറ്റു d x0 മൈനസ് y ബൈ dt പ്ലസ് പ്ലസ് അല്ല, ഈക്വൽ ടു K2 വെച്ചിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് K2 ഇൻറ്റു y അല്ലേ, K2 ഇൻറ്റു y. ഇത് രണ്ടുമാണ്. ഇത് ഇക്വേഷൻ 1 ആൻഡ് ദിസ് ഈസ് ഇക്വേഷൻ 2. ഇക്വേഷൻ 1 ആൻഡ് ദിസ് ഈസ് ഇക്വേഷൻ 2. ഇതാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ആയി. ഇപ്പം നിങ്ങൾ ഇത്ര എഴുതുമ്പോൾ നിങ്ങൾക്ക് 3 മാർക്ക് ലഭിക്കും. ഓക്കെ, ദെൻ ചോദിക്കുന്ന ഫോഴ്സ് വോൾട്ടേജ് അനലോഗി വരയ്ക്കാൻ പറയുന്നുണ്ട്. ഫോഴ്സ് വോൾട്ടേജ് അനലോഗി എങ്ങനെയാണ്? ഫോഴ്സ് വോൾട്ടേജ് അനലോഗി നമ്മൾ ഫോഴ്സ് കറന്റ് അനലോഗി ഉണ്ടല്ലേ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനില്. ഫോഴ്സ് വോൾട്ടേജ് അനലോഗി ആകുമ്പോൾ എന്താ വ്യത്യാസം വരിക? മാസ്, ഡാഷ്പോർട്ട് ആൻഡ് സ്പ്രിംഗ്. മാസ് എന്ന് പറയുന്നത് ഫോഴ്സ് വോൾട്ടേജ് അനലോഗി ആകുമ്പോൾ ഇൻഡക്റ്റൻസ് ടേം ആയിട്ടായിരിക്കും മാറുക. അതിൽ ഡാഷ്പോർട്ട് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ടേം തന്നെ, പക്ഷെ അതിൻ്റെ വാല്യൂ 6 ഉണ്ടാവുള്ളൂ. നമ്മൾ ഫോഴ്സ് കറണ്ട് അനലോഗിയിൽ 1/6 ആയിട്ട് അതിൻ്റെ വാല്യൂ കണ്ടത്, പക്ഷെ ഇവിടെ 6 മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ സ്പ്രിംഗ് കോൺസ്റ്റന്റ് കെക്ക് എന്താണ്? കപ്പാസിറ്റൻസ് ആയിട്ട് അത് 1/c എന്നുള്ള രീതിയിലായിരിക്കും ഫോഴ്സ് വോൾട്ടേജ് അനലോഗിയിൽ കൺവേർട്ടർ ആയിട്ട് വരിക. ഓക്കെ, ഇനി ഇതിൻ്റെ ഡയഗ്രാം വരയ്ക്കാനായിട്ട് ഇപ്പോൾ ഓരോ ടേംസും എന്തായിട്ട് മാറും എന്നുള്ളത് മനസ്സിലായി. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ അവിടെ നോട്ട് ചെയ്ത് കാണിക്കുക കേട്ടോ. ജസ്റ്റ് വരയ്ക്കണം മാത്രമല്ല, ജസ്റ്റ് ഇതുപോലെ വരച്ച് ഇത് കൺവേർട്ടഡ് ടു ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ ഡാഷ്ബോർഡ് കൺവേർട്ടഡ് ടു റെസിസ്റ്റൻസ് ഉള്ള ഈ ഒരു ഐഡിയ കൂടി ആൻസർ ഷീറ്റിൽ മാർക്ക് ചെയ്ത് വെക്കുക. ഇൻ കേസ് നിങ്ങൾ വരയ്ക്കുന്ന സർക്യൂട്ട് തെറ്റാണെങ്കിൽ ഇതിനൊക്കെ നിങ്ങൾക്ക് ക്രെഡിറ്റ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സിസ്റ്റം ഞാൻ പറഞ്ഞു ഓൾറെഡി മാസ് ഇല്ലാത്ത സിസ്റ്റം ആണ്. അപ്പോൾ എങ്ങനെ ഇത് വരയ്ക്കുന്നുള്ളത് നോക്കണം. ഇത് ഫോഴ്സ് വോൾട്ടേജ് അനലോഗി ആയതുകൊണ്ട് KVL ഇക്വേഷൻസ് ആയിരിക്കും ഇവിടെ ഗവേൺ ചെയ്യുന്നത്. KVL ഇക്വേഷൻസ് പ്രകാരം ഇതിനകത്ത് എത്ര ലൂപ്പുകൾ ഉണ്ടാകും എന്നുള്ളത് നോക്കണ്ടേ. ഇവിടെ 2 മാസ് ടേംസിന്റെ പ്രൊവിഷനുള്ളതാണ്. ഇത് 2 ലൂപ്പുകൾ ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ 2 മെഷ് ഉണ്ടാകും എന്ന് മനസ്സിലാക്കാം. 2 മെഷിലെ കറൻസ് ആയിരിക്കും ഇവിടെ വരുന്ന കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് വരയ്ക്കാനായിട്ട് ഇപ്പം ഇവിടെ എന്തായാലും ഇതിൻ്റെ ഇക്വേഷൻസ് ഒന്നും ഡിറൈവ് ചെയ്ത് എഴുതാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് വരയ്ക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് നമ്മൾ പഠിച്ചിരിക്കണം. എന്താണെങ്കിലും നേരത്തെ ക്വസ്റ്റ്യനിലും ഇക്വേഷൻസ് ഒന്നും എഴുതാൻ പറഞ്ഞിട്ടില്ല, ഡയറക്റ്റ് വരയ്ക്കാനേ പറഞ്ഞോളൂ. അപ്പം ഇവിടെ ഞാൻ ആദ്യം ഇതിനൊരു സാമ്പിളായിട്ട് വേറൊരു ഫിഗർ വരയ്ക്കാം. ഒരു സിമ്പിളായിട്ടുള്ളത്. ഓക്കെ, ഒരു സ്പ്രിംഗ് കോൺസ്റ്റന്റ് K, ദെൻ ഒരു മാസ് M, ദെൻ ഒരു ഡാഷ്പോർട്ട് B, ദെൻ ഒരു മാസ് M1. അതിനകത്തേക്ക് ഒരു സോഴ്സ് നീലോട്ടെ, ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞൊരു ഫോഴ്സ്. ഈ രീതിയിൽ ഇനി ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്സ് വേണമെങ്കിൽ കൊടുക്കാം. ഇതൊരു x2 ഡിസ്പ്ലേസ്മെൻറ്റ്, ഇതൊരു x1 ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ഫിഗർ ആണെങ്കിൽ, അതായത് മാസ് ഉള്ള ഫിഗറാണ് ഞാൻ ഇപ്പോൾ വരച്ചത് ആണെങ്കിൽ, ഇതിൻ്റെ ഇലക്ട്രിക്കൽ സർക്യൂട്ടിന് കൺവേർട്ടഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? മാസ് എല്ലാം ഇൻഡക്റ്റൻസ് ആവും, ഡാഷ്പോർട്ട് എല്ലാം റെസിസ്റ്റൻസ് ആവും, സ്പ്രിംഗ് എല്ലാം കപ്പാസിറ്റൻസ് ആവും. അപ്പം ഇതിനെ ആ രീതിയിൽ ഒന്ന് വരച്ചു നോക്കാം. ശ്രദ്ധിച്ചേ, ഇവിടെ 2 മാസുകൾ M1ഉം M2 ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം ഈ സർക്യൂട്ടിൽ 2 ലൂപ്പുകൾ കാണും. 2 KVL ഇക്വേഷൻസ് വരും, അതായത് 2 ലൂപ്പുകൾ.
രണ്ട് കെ വി എൽ ഇക്വേഷൻ എന്നല്ല, 2 ലൂപ്പ് വരും. ഈ 2 മെഷ് 2 മെഷുള്ള ഒരു സർക്യൂട്ട് ആയിരിക്കും ഇതിന് വരാം. അപ്പൊ ഇനി ആ 2 മെഷ് ഉണ്ടെന്ന് തോന്നി. ഈ 2 മെഷിനും കോമൺ ആയിട്ടാണ് ആര് വന്നിരിക്കുന്നത്, ബി എന്ന് പറഞ്ഞ ഈ ഒരു ടേം വന്നിരിക്കുന്നത്. ഈ 2 മെഷിനും കോമൺ ആയിട്ടെന്ന് പറയുമ്പോൾ എങ്ങനെ വരും? 2നും കോമൺ ആയിട്ടെന്ന് പറയുമ്പോൾ 2 മെഷിന്റെ ഇടയ്ക്കായിട്ടായിരിക്കും ആ എലമെന്റ് ഫിക്സ് ചെയ്യേണ്ടത്. ഓക്കെ. അതുപോലെ ഇതിന്റെ സോഴ്സ് എവിടെയാണ് വന്നിരിക്കുന്നത്? M1 എന്ന് പറയുന്ന ഈ മാസ് എലമെന്റിലേക്കാണ്. അതായത് എ വന്നിരിക്കുന്നത് എക്സ്റ്റേണൽ ഫോഴ്സ് എ വന്നിരിക്കുന്നത് M1ലേക്കാണ്. അതുകൊണ്ട് ഫസ്റ്റ് മെഷിലായിരിക്കും ഈ പറയുന്ന സോഴ്സ്. ഇവിടെ സോഴ്സ് വോൾട്ടേജ് സോഴ്സ് ആയിരിക്കും, കാരണം ഫോഴ്സ് വോൾട്ടേജ് അനലോഗിയാണല്ലേ. അപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെയാണ്. ഇതെല്ലാം കൂടി ചേർത്ത് ഞാൻ ഇതിൻ്റെ ഒരു ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ അനലോഗ് സർക്യൂട്ട് ഒന്ന് വരയ്ക്കാം. ഇതിൻ്റെ അനലോഗ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ ഈ രീതിയിൽ വരും. ഇവിടെ കറണ്ട് I1, ഇവിടെ കറണ്ട് I2. എന്താ ഇങ്ങനെ വരാൻ കാരണം? ഞാൻ പറഞ്ഞു 2 മെഷ ഉണ്ടാവുക, കാരണം 2 മാസം ഉള്ളത്. അപ്പോൾ 2 മാസിന് ഇക്വലന്റ് ആയിട്ട് ഇൻഡക്റ്റൻസുകൾ വരും. ആ ഇൻഡക്റ്റൻസുകളാണ് L1 L2 എന്ന് എഴുതിയിരിക്കുന്നത്. ഇത് മാസ് 1ന് ഇക്വലന്റ് ആയിട്ടുള്ളത്, ഇത് മാസ് 2ന് ഇക്വലന്റ് ആയിട്ടുള്ളത്. ഓക്കെ. ഇനി ഇതിന് 2നും കോമൺ ആയിട്ട് വരുന്ന ഈ ഡാഷ്പോട്ട് ബി എന്ന് പറഞ്ഞ ടേം ആണ്. ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ബി എന്ന് പറഞ്ഞാൽ ഡാഷ്പോട്ട് ആണ്, റെസിസ്റ്റൻസ് ആണ്. 2 മെഷിന് കോമൺ ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ഇതുപോലെ വരും. ദെൻ പിന്നെ മാസ് 1ലേക്ക് ഒരു സോഴ്സ് ഉണ്ട്, അതാണ് ഈ വോൾട്ടേജ് സോഴ്സ് ആയിട്ട് ഈ വരച്ചിരിക്കുന്നത്. ദെൻ മാസ് 2ൽ ഒരു കെ ടേം ഉണ്ട്. കെ എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ആയിട്ട് മാറും, അതാണ് ഇതാ സെക്കൻഡ് മെഷിൽ ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. ഇപ്പം ഒരു എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നുള്ള ഒരു ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഐഡിയ മനസ്സിലുണ്ടെങ്കിൽ ഇക്വേഷൻസ് എഴുതാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് സർക്യൂട്ടിലേക്ക് പോവാം. ഓക്കെ. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഫിഗർ ഇത് ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് വരച്ച് കാണിച്ചാൽ. ഈ ഒരു ക്വസ്റ്റ്യൻ ഫിഗറിൽ ഈ പറഞ്ഞ രീതിയിൽ എങ്ങനെ വരയ്ക്കാം? ഇവിടെ ഇവിടെ ഒരു മാസ് ടേം ഉണ്ട്, ഇവിടെ ഒരു മാസ് ടേം ഉണ്ട്. ഇതിന് 2നും കോമൺ ആയിട്ട് വന്നിരിക്കുന്ന എലമെന്റ്സ് ആണ് എന്ത്? K1ഉം B1ഉം അല്ലേ? K1ഉം B1ഉം. പിന്നെയുള്ള ടേംസ് എന്തൊക്കെയാ? ഒരു B2, ഒരു K2. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് വരച്ചു വരുമ്പോൾ എങ്ങനെ വരും? ഇപ്പൊ എന്തായാലും ഈ 2 മാസിനും കോമൺ ആയിട്ടാണ് K1 B1 വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ 2 മെഷുകളുടെ ഇടയ്ക്കുള്ള ബ്രാഞ്ചിലായിരിക്കും K1ഉം B1ഉം വരിക. K1 എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ആവും, B1 എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആവും. അപ്പൊ അത് രണ്ടും 2 മെഷുകൾക്ക് ഇടയ്ക്ക് വരുമ്പോൾ എങ്ങനെ വരയ്ക്കാൻ പറ്റും? K1 പകരം കപ്പാസിറ്റൻസ് വരും, ദെൻ B1 വരെ റെസിസ്റ്റൻസ് വരും. അപ്പൊ B1ന്റെ റെസിസ്റ്റൻസ് R1 എന്ന് കൊടുക്കുകയാണ്, K1 കപ്പാസിറ്റൻസ് ഞാൻ C1 എന്ന് കൊടുക്കുകയാണ്. 2 മെഷുകളുടെയും ഇടയ്ക്ക് ഇത് വരും. ഇനി പിന്നെയുള്ള ടേംസ് ഏതൊക്കെയാ? ഒരു B2 ഉണ്ട്, ഒരു K2 ഉണ്ട്. ഈ B2ഉം K2ഉം എങ്ങനെയാണ്? ഫസ്റ്റ് മെഷില വരുന്നത് B2ഉം K2ഉം ആൻഡ് ടുവേർഡ്സ് ഗ്രൗണ്ട് ആണ്. അപ്പോൾ അത് വരയ്ക്കുമ്പോൾ എങ്ങനെ വരച്ചാൽ ശരിയാവും? B2ഉം K2ഉം. അപ്പോൾ B2ന്റെ ഒരു റെസിസ്റ്റൻസ് R2, K2ന്റെ ഒരു കപ്പാസിറ്റൻസ് C2. ഇങ്ങനെ വരയ്ക്കേണ്ടി വരും. ഇനി ഇതിനകത്ത് സോഴ്സുകൾ കാണിക്കുന്നുണ്ടോ? ഇല്ല, സോഴ്സുകളില്ല. സോ ഈ സർക്യൂട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് തന്നെ രണ്ടുവരും. ഇതായിരിക്കും ഇതിൻ്റെ ഇൻപുട്ട് സൈഡ്, ഇതായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് സൈഡ്. ഈ രീതിയിലാണ് ഇതിൻ്റെ ഇക്വലന്റ് സർക്യൂട്ട് വരിക. അപ്പം ഇവിടെ കൺഫ്യൂഷൻസ് വരാനുള്ളൊരു കാരണം ഈ മാസ് ടേംസ് കാണിക്കാത്തതുകൊണ്ടാണ്. ഈ ഒരു ഐഡിയ മനസ്സിലാക്കി സർക്യൂട്ടിലേക്ക് പോവുക. ഇനി ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആക്ച്വലി ഹസൻ സെയ്ദ് എന്ന് പറഞ്ഞ ടെക്സ്റ്റിൽ ഹസൻ സെയ്ദ് എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റംസ് എന്ന് പറയുന്ന ടെക്സ്റ്റിൽ സോൾവ് ചെയ്ത് ഇതുപോലെ തന്നെ കിടക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പം അതിൻ്റെ ഒരു സ്നിപ്പും കൂടി ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജാണ് ആ ടെക്സ്റ്റ് ബുക്കിൽ വരച്ച് കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഇതിനകത്ത് ഈ സർക്യൂട്ടും
ഈ സർക്യൂട്ടും അനലോഗസ് ആണ് എന്നുള്ളതിന്റെ പ്രൂഫും നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഞാൻ ഓൾറെഡി എഴുതുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നു. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതിയിട്ട് ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോംസ് എടുക്കുക. ഇത് ലാപ്ലേസ് ട്രാൻസ്ഫോംസ് എടുക്കുമ്പോൾ ഡെറിവേറ്റീവ് ടേമിന് എസ് ഇൻറ്റു എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം രണ്ടിൻ്റെയും എടുത്തു, രണ്ടിനെയും റെഡ്യൂസ് ചെയ്ത് അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ ഒരു വൈ ഓഫ് എസ് ഉണ്ട്, ഇവിടെ വൈ ഓഫ് എസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് വൈ ഓഫ് എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എലിമിനേറ്റഡ് ആയി കിട്ടും ആ ഇക്വേഷനിൽ. അപ്പം അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് എന്താണെങ്കിലും എക്സ് നോട്ട് ഓഫ് എസ് ബൈ എക്സ് വൺ ഓഫ് എസ് എന്നുള്ള രീതിയിൽ ഇതിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തെടുത്തു. ദെൻ അവിടെ അനലോഗസ് ആയിട്ടുള്ള ടേംസ് വെച്ചിട്ട് അതിനെ റീപ്ലേസ് ചെയ്തു. ഇതാ B1 പകരം R1 ആയി, K1 പകരം C1 ആയി. അങ്ങനെ അനലോഗസ് ടേംസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്ത് E of S ബൈ E1 of S എന്ന് പറഞ്ഞിട്ട് എക്സ്പ്രഷൻ എടുത്തു. ഇനി ഇതാണ് അപ്പോൾ നമ്മുടെ മെക്കാനിക്കൽ സിസ്റ്റത്തിൽ നിന്ന് അനലോഗസ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തെടുത്തത്. ഇനി നമ്മളിവിടെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഇതിന് അനലോഗസ് ആയിട്ട് വരച്ചല്ലോ. ഈ സർക്യൂട്ടിന്റെ ഇക്വേഷൻസ് ഇതുപോലെ തന്നെ എഴുതുക. അതിന് ഈ ഒരു പാർട്ടിനെ Z1 എന്നും ഈ ഒരു പാർട്ടിനെ Z2 എന്നും എടുത്താണ് ഇവർ ചെയ്തിരിക്കുന്നത്. Z1 Z2 എന്ന് പറഞ്ഞിട്ട് രണ്ടിന്റെ എക്സ്പ്രഷൻസ് എഴുതി. ദെൻ E നോട്ട് ഓഫ് എസ് ബൈ E1 ഓഫ് എസ് കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിച്ചപ്പോഴും നമുക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടുന്നുണ്ട്. ഈ ഒരു എക്സ്പ്രഷനും ഈ ഒരു എക്സ്പ്രഷനും സെയിം ആണ് എന്ന് അവരവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രൂഫ് നമുക്ക് ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമില്ല. പക്ഷെ ഇത് ഡൗട്ട് ഉള്ളവർ ഇതൊന്ന് ജസ്റ്റ് റെഫർ ചെയ്ത് മനസ്സിലാക്കുക. ഓക്കെ, എക്സാമിന് ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല, ജസ്റ്റ് സർക്യൂട്ട് വരച്ച് കാണിച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതായിരുന്നു സെക്കൻഡ് ചോയ്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്റ്റെയിൻ ദ ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫോർ ദ ഗിവൺ സിസ്റ്റം യൂസിങ് മെയ്സൺസ് ഗെയിൻ ഫോർമുല. നേരത്തെ ചോയ്സിൽ എന്തായിരുന്നു? ഒരു ബ്ലോക്ക് ഡയഗ്രം ആയിരുന്നു ഈ മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ ഓർ ചോയ്സ് ആയിട്ട് വന്നിരുന്നത്. ഈ ക്വസ്റ്റ്യനിൽ വന്നപ്പോൾ ഒരു സിഗ്നൽ ഫ്ലോ ഗ്രാഫാണ്. അപ്പോൾ ഈ സെക്ഷനിൽ നിന്ന് ഫസ്റ്റ് മൊഡ്യൂളിന്റെ ഈ പാർട്ട് ബിയിൽ എന്താണെങ്കിലും ഓർപ്പിച്ചോളൂ, ഒരു ബ്ലോക്ക് ഡയഗ്രം ഒരു സിഗ്നൽ ഫ്ലോ ഗ്രാഫും എന്താണെങ്കിലും ചോദിച്ചിരിക്കും. ആൻഡ് ഓർ ചോയ്സ് ആയിട്ട് കിട്ടുന്നത് മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ കൺവേർഷൻ ആയിരിക്കും. അപ്പോൾ ഈ 3 പാർട്ടും നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. താരതമ്യേന ഇതിനകത്ത് എളുപ്പമുള്ള ഭാഗം എന്ന് പറയുന്നത് ഈ മെയ്സൺസ് ഗെയിൻ ഫോർമുലയാണ്. ഇത് എന്തായാലും സ്കിപ്പ് ചെയ്യാതെ അറിഞ്ഞു വയ്ക്കുക. അപ്പം എന്താണ് മെയ്സൺസ് ഗെയിൻ ഫോർമുല ഉപയോഗിച്ചിട്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ ഇൻപുട്ട് നോഡ് R ആണ്, ഔട്ട്പുട്ട് നോഡ് C ആണ്. ആൻഡ് ഇൻ ബിറ്റ്വീൻ കുറേ ലൂപ്പുകളൊക്കെ നമുക്ക് കാണാം അല്ലേ. ഇതാ ഫീഡ്ബാക്ക് ലൂപ്പുകൾ H1 H2 H3 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, എല്ലാം നെഗറ്റീവ് ഫീഡ്ബാക്ക് തന്നെയല്ലേ എന്നൊന്ന് ഉറപ്പ് വരുത്തിയേക്കാം കേട്ടോ. -H1 -H2 എന്ന് പറഞ്ഞാണ് എല്ലാം കിടക്കുന്നത്, എല്ലാം നെഗറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പുകൾ തന്നെയാണ്. അപ്പം മെയ്സൺസ് ഗെയിൻ ഫോർമുല സിഗ്നൽ ഫ്ലോ ഗ്രാഫ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മെയ്സൺസ് ഗെയിൻ ഫോർമുല അങ്ങ് എഴുതുക. മെയ്സൺസ് ഗെയിൻ ഫോർമുല എഴുതി വയ്ക്കുക, അതിന് നിങ്ങൾക്ക് എന്തായാലും ഒരു ക്രെഡിറ്റ് കിട്ടാതിരിക്കില്ല. അപ്പോൾ മെയ്സൺസ് ഗെയിൻ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ പി ഡെൽറ്റ ബൈ ഡെൽറ്റ 1 ബൈ ഡെൽറ്റ എന്ന് വെച്ചാൽ എന്താ? P1 ഡെൽറ്റ 1 പ്ലസ് P2 ഡെൽറ്റ 2 പ്ലസ് P3 ഡെൽറ്റ 3 ഡിവൈഡഡ് ബൈ എക്സെട്ര ഡിവൈഡഡ് ബൈ ഡെൽറ്റ അല്ലേ. ഇതിനകത്ത് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെൽറ്റ 1 എന്താണ്, P1 എന്താണ്, P2 എന്താണ് എന്നെല്ലാം അറിഞ്ഞിരിക്കുക. ടോട്ടൽ എത്ര ഫോർവേഡ് പാത്ത് ഉണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് N സൂചിപ്പിക്കുന്നത്. ദെൻ PI എന്ന് പറഞ്ഞാൽ ith ഫോർവേഡ് പാത്തിന്റെ ഗെയിൻ ആണ്. ഡെൽറ്റ ഡിറ്റർമിനന്റ് ഓഫ് ഗ്രാഫ് ആണ്. ഡെൽറ്റ പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് ith പാത്ത് ആണ്. ഇനി എന്താണ് ഈ ഡെൽറ്റ എന്നുള്ളതിന്റെ ഇക്വേഷൻ നമുക്കറിയാം, അതും എഴുതി കൊടുക്കാം. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ 1 മൈനസ് സിഗ്മ ഓൾ ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസ്, എല്ലാ ലൂപ്പ് ഗെയിൻസിൻ സം ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസ് പ്ലസ് സിഗ്മ ഗെയിൻ പ്രോഡക്റ്റ് ഓഫ് ഓൾ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് 2 നോൺ ടച്ചിങ് ലൂപ്സ്, നോൺ ടച്ചിങ് ആയിട്ടുള്ള ലൂപ്പുകളുടെ പ്രോഡക്റ്റ് അതിൻ്റെ സം. ദെൻ മൈനസ് ഗെയിൻ പ്രോഡക്റ്റ് ഓഫ് ഓൾ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് 3 നോൺ ടച്ചിങ് ലൂപ്സ്, 3 നോൺ ടച്ചിങ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് എടുത്ത് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഈ എക്സ്പ്രഷൻ എന്താണെങ്കിലും എഴുതി വെക്കുക കേട്ടോ അവിടെ. ദെൻ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് ഓരോന്നായിട്ട് എഴുതുക. അപ്പം ആദ്യമേ തന്നെ ഇവിടെയും സിഗ്നൽ ഫ്ലോ ഗ്രാഫിന്റെ ക്വസ്റ്റ്യനിൽ ഞാൻ നേരത്തെ ബ്ലോക്ക് ഡയഗ്രത്തിൽ പറഞ്ഞ പോലെ തന്നെ ഫൈനൽ ആൻസറിനായിരിക്കില്ല കംപ്ലീറ്റ് പ്രൊഡക്റ്റ് കിട്ടുക, ഇതിന്റെ സ്റ്റെപ്സിനായിരിക്കും. അപ്പോൾ സ്റ്റെപ്സ് വളരെ ക്ലാരിറ്റിയോട് കൂടി തന്നെ എഴുതി കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഫോർവേഡ് പാത്തുകൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഫോർവേഡ് പാത്തുകൾ ഏതൊക്കെയാണ് എന്ന് ഇങ്ങനെ തന്നെ എഴുതി കൊടുക്കുക. ഫോർവേഡ് പാത്ത്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അതിന്റെ ഗെയിൻ
ഫസ്റ്റ് ഫോർവേഡ് പാത്ത് എന്ന് പറയുന്നത് ഇതാ ഇൻപുട്ട് നോഡിൽ നിന്ന് ഔട്ട്പുട്ട് നോഡ് വരെ എത്തുന്ന ഡയറക്ഷൻ ചേഞ്ച് ഇല്ലാതെ പോകുന്ന പാത്തുകളാണ് ഫോർവേഡ് പാത്ത്. ഇതൊരു ഫോർവേഡ് പാത്ത് ആണല്ലേ. അതിന്റെ ഗെയിൻ എന്തെന്ന് വരും? G1, G2, G3, G4, G5, G6. ഓക്കെ, അങ്ങനെ ഒരു ഫോർവേഡ് പാത്ത് ഉണ്ട്. ഇനി സെക്കൻഡ് ഫോർവേഡ് പാത്ത് എന്താ? വേറെ ഫോർവേഡ് പാത്ത് ഉണ്ടോ നോക്കി. ഇതുപോലെ ഇൻപുട്ട് നോഡിൽ നിന്ന് ഔട്ട്പുട്ട് നോഡിലേക്ക് വേറൊരു കളർ യൂസ് ചെയ്യാം. ഇതാ ഇവിടുന്ന് ഇങ്ങനെ പോയി ഇതാ ഇങ്ങനെ പോകുന്നൊരു ഫോർവേഡ് പാത്ത് ഉണ്ട് അല്ലേ. അപ്പൊ അതിന്റെ എക്സ്പ്രഷൻ എഴുതുക G1, G2, G3, G4, then G8. ഓക്കെ, then ഇനി ഫോർവേഡ് പാത്ത് ഉണ്ടോ നോക്കി. ഇനി വേറെ ഫോർവേഡ് പാത്ത് ഉണ്ടോ? ഉണ്ടല്ലോ. ഇങ്ങനെ പോകാൻ പാടില്ലേ. അതിന്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞേ G1, G2, G7 കഴിഞ്ഞ് G6. അപ്പൊ ഇങ്ങനെ ഒരു ഫോർവേഡ് പാത്ത് ഉണ്ട്. മൊത്തത്തിൽ 3 ഫോർവേഡ് പാത്ത് നമുക്കിവിടെ കാണാൻ കഴിയും. ഇതുപോലെ തന്നെ ഫോർവേഡ് പാത്ത് ഗെയിൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഫോർവേഡ് പാത്ത് ഗെയിൻസ് ആണ് ഇത് കേട്ടോ. P1, P2, P3 എന്ന് പറഞ്ഞുകൊണ്ട് അത് കാണിച്ചു കൊടുക്കുക. ദെൻ ഇതിന്റെ കൂടെ തന്നെ എഴുതാനുണ്ട് ഈ ith ഫോർവേഡ് പാത്തിന്റെ, അതായത് ഡെൽറ്റ ith ഫോർവേഡ് പാത്തിന്റെ ഡെൽറ്റ. ഇപ്പൊ ഡെൽറ്റ 1, ഡെൽറ്റ 2, ഡെൽറ്റ 3 നമുക്ക് എഴുതണം. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ ഒരു ഫോർവേഡ് പാത്തിൽ ടച്ച് ചെയ്യാതെ നിൽക്കുന്ന ലൂപ്പുകൾ ഉണ്ടെങ്കിൽ അതാണ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്. ഫസ്റ്റ് ഫോർവേഡ് പാത്ത് അതിനകത്ത് ടച്ച് ചെയ്യാത്ത ഏതെങ്കിലും ലൂപ്പുകൾ ഉണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ അതിന്റെ ഡെൽറ്റ 1 എന്തെന്ന് വരും? 1 തന്നെ വരും. ഇനി അടുത്ത് ഡെൽറ്റ 2 നോക്കി. ഡെൽറ്റ 2 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രീൻ ലൈനിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഗ്രീനിൽ ടച്ച് ചെയ്യാത്ത ഏതെങ്കിലും ലൂപ്പുകൾ വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ അവിടെയും എന്ത് വരും? ഡെൽറ്റ 1, ഡെൽറ്റ 2 1 തന്നെ വരും. ദെൻ ഡെൽറ്റ 3 ആണെങ്കിലോ ഡെൽറ്റ 3യില് അതാ ഈ ബ്ലൂ ഇങ്ക് അല്ലേ, ഇവിടെ ടച്ച് ചെയ്യാത്ത ഒരു ലൂപ്പ് കാണുന്നുണ്ട്. ഏതാ? ഈ ഒരു ലൂപ്പ് ഇതവിടെ ടച്ച് ചെയ്യേണ്ട നിൽക്കുന്നത്. അപ്പൊ ആ ഒരു ഗെയിൻ ഇതിനകത്ത് വരും. അപ്പൊ അതിന്റെ എഴുതുമ്പോ 1 മൈനസ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ എന്ന് പറയാം. അപ്പൊ മൈനസ് ഇതിന്റെ ലൂപ്പ് ഗെയിൻ മൈനസ് G4H4 ആണ്. അപ്പൊ 1 മൈനസ് G4H4 എന്ന് പറയുമ്പോൾ 1 പ്ലസ് G4H4 എന്ന് വരും. ഓക്കെ, അപ്പൊ അത് കിട്ടി. ഇനി എന്താ? അപ്പൊ നമ്മള് P1 കണ്ടുപിടിച്ചു, ഡെൽറ്റ 1 കണ്ടുപിടിച്ചു, ഡെൽറ്റ 2 കണ്ടുപിടിച്ചു. ഇനി എന്താണ്? നമുക്ക് ടോട്ടൽ ഡെൽറ്റയും കൂടി എഴുതിയാൽ മതി. ടോട്ടൽ ഡെൽറ്റ എഴുതാനായിട്ട് നമ്മൾ ആദ്യം ഇതിന്റെ ഇൻഡിവിജ്വൽ ലൂപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കണം അല്ലെ. ഇൻഡിവിജ്വൽ ലൂപ്പുകൾ നമുക്ക് ഓരോന്നായിട്ട് എഴുതാം. ഇൻഡിവിജ്വൽ ലൂപ്സ് അറിയണം. അതിനകത്ത് ടച്ചിങ് ഏതാണ്, നോൺ ടച്ചിങ് ഏതാണ് എന്നറിയണം. അപ്പൊ ഞാൻ L1, L2 എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുവാണേ. അപ്പൊ ഫസ്റ്റ് ലൂപ്പ് കാണുമ്പോൾ തന്നെ ഒറ്റയടിക്ക് കിട്ടുന്ന ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണല്ലേ. അപ്പൊ അതിന്റെ ഗെയിൻ എഴുതാം മൈനസ് G4H4. ഓക്കെ, ദെൻ സെക്കൻഡ് ലൂപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ലൂപ്പ് ഉണ്ടല്ലോ. ഇതൊരു ലൂപ്പാണ്. G5, G6 മൈനസ് H1. L2 എന്ന് പറഞ്ഞിട്ട് എഴുതാം മൈനസ് G5, G6, H1. ഇനി നെക്സ്റ്റ് ലൂപ്പ് ഏതാണ്? നിങ്ങൾ തനിയെ കണ്ടുപിടിക്കുക കേട്ടോ. ഞാനിവിടെ വരയ്ക്കുന്നത് നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ ഒരു ലൂപ്പ് കാണുന്നുണ്ട്. G2, G3 ഇങ്ങനെ പോയിട്ട് ഇവിടെ H2 വഴി വരുന്ന ഇങ്ങനെ ഒരു ലൂപ്പ്. അപ്പൊ അത് L3 എന്ന് പറഞ്ഞിട്ട് എഴുതാം മൈനസ് G2, G3, G4, G5, H2. ഓക്കെ, ഇനി വേറെ ലൂപ്പുകൾ ഉണ്ടോ? അതവിടെ വലിയ ലൂപ്പ് ഉണ്ടല്ലോ, H3 വെച്ചിട്ടുള്ള ലൂപ്പ്. ഇതാ ഇവിടുന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ വരുന്ന ലൂപ്പ്. അതായത് L4 എന്താണ്? മൈനസ് G1, G2, G3, G4, G5, G6,
3. ഓക്കെ, ഇനി L5 ഒരു ലൂപ്പ് കൂടി കാണുന്നുണ്ട്. ഏതാണ്? G2 G7 H2. അത് നോക്കുക. G2 G7 H2 മൈനസ് G2 G7 H2. അപ്പോൾ ഇങ്ങനെ 5 ലൂപ്പുകളുണ്ട്. ഇനി ലൂപ്പുകളുണ്ടോ? G1 ഇങ്ങനെ ഒരു ലൂപ്പ് കൂടി കാണുന്നുണ്ടല്ലോ. G1 G2 G3 G4 G5 G8 കൂടെ പോയി H3. ഇപ്പോൾ L6 എന്ന് പറയുന്നത് മൈനസ് G1 G2 G3 G4 G8 H3 അല്ലേ? അങ്ങനെ ഒരു ലൂപ്പ് ഉണ്ട്. എല്ലാ പോസിബിലിറ്റീസ് ഓഫ് ലൂപ്പും കൺസിഡർ ചെയ്യണം കേട്ടോ. അപ്പം മൊത്തത്തിൽ 6 ലൂപ്സ് ആണ് ഇപ്പോൾ ഇവിടെ കണ്ടിട്ടുള്ളത്. അപ്പോൾ 6 ലൂപ്സും ലിസ്റ്റ് ചെയ്യാം. ഇനി ഇവിടെ മേസൺസ് ഗെയിൻ ഫോർമുലയിൽ വേറെ എന്താ വേണ്ടേ? ഇപ്പൊ ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസ് കിട്ടി. ഓൾ ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസ് ആയി. ഇനി അടുത്ത് വേണ്ട ഗെയിൻ പ്രോഡക്റ്റ് ഓഫ് ഓൾ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് 2 നോൺ ടച്ചിങ് ലൂപ്സ് വേണം. നോൺ ടച്ചിങ് ആയിട്ടുള്ള ലൂപ്സ് ഉണ്ടോ എന്ന് നോക്കുക. നോൺ ടച്ചിങ് ലൂപ്സ് ഉണ്ടോ? നോൺ ടച്ചിങ് ലൂപ്സ് ഉണ്ടല്ലേ? ഞാൻ ഈ എഴുതിയേക്കുന്ന അനുസരിച്ച് ഈ ഒരു ചെറിയ ലൂപ്പ് ഈ ചെറിയ ലൂപ്പും ദെൻ ഈ പോകുന്നൊരു ലൂപ്പും, അതായത് ഇവിടെ പറയുകയാണെങ്കിൽ ഇവിടെ എഴുതാം നോൺ ടച്ചിങ് ലൂപ്സ്. നോൺ ടച്ചിങ് ലൂപ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് L1 അതായത് G4 H4 ഈ ഒരു ലൂപ്പും ദെൻ ഈ ഒരു ലൂപ്പും. ഈ ലൂപ്പ് G7 വരുന്ന L5. L1 ആൻഡ് L5 നോൺ ടച്ചിങ് അല്ലേ? ഈ 2 ലൂപ്പും തമ്മിൽ ടച്ച് ചെയ്യുന്നില്ല അല്ലേ? നോൺ ടച്ചിങ് ലൂപ്സ് ആണ്. ദെൻ വേറെ ഉണ്ടോ? ഈ ഒരു ചെറിയ ലൂപ്പും വേറെ നോൺ ടച്ചിങ് ആയിട്ടുള്ള ലൂപ്പുകൾ വരുന്നുണ്ടോ? ഇല്ല അല്ലേ? ബാക്കിയെല്ലാം ഈ G4 എന്ന് പറഞ്ഞാൽ ഗെയിൻ കൂടിയാ പോകുന്നത് അല്ലേ? G4 ഗെയിൻ കൂടിയാ പോകുന്നത്. ഇതിലും G4 ഉണ്ട്. L2 G5 G6 H1 G5 G6 H1. അപ്പോൾ അവിടെ G5 കോമൺ ഉണ്ട്. അപ്പം അതും പറ്റില്ല. ഇല്ല, അതും ടച്ചിങ് ആണ്. അപ്പോൾ നോൺ ടച്ചിങ് ആയിട്ടുള്ള L1 ആൻഡ് L5 എന്ന് പറഞ്ഞ ഈ ഒറ്റ ലൂപ്പേ ഉള്ളൂ ഈ കേസിൽ. പിന്നെ ഇപ്പം എന്താ ചെയ്യുക? നമ്മളെല്ലാം ടേംസും കണ്ടുപിടിച്ചു. ഇനി നോൺ ടച്ചിങ് ആയിട്ടുള്ള 3 പോസിബിൾ ലൂപ്സ് ഉണ്ടോ എന്ന് നോക്കുക. അത് എന്തായാലും ഇല്ല, കാരണം 2 തന്നെ നമുക്ക് ഒരെണ്ണേ കിട്ടിയിട്ടുള്ളൂ. ഇനി എന്ത് ചെയ്യുക? ഡയറക്റ്റ് ഈ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ഒരു ഇക്വേഷൻ പ്രകാരം ഇത് ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുക. ഞാൻ ഫുള്ളായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാനുള്ള ഇപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് C/R ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മേസൺസ് ഗെയിൻ ഫോർമുല വെച്ചിട്ട് എങ്ങനെ എഴുതാം? P1 Δ1 പ്ലസ് P2 Δ2 പ്ലസ് P3 Δ3 ഡിവൈഡ് ബൈ ഡെൽറ്റ. ഈ ഓരോ ടേംസും നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി ഡെൽറ്റ എഴുതുമ്പോൾ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് സം ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസ് എന്ന് വരും. 1 മൈനസ് സം ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസ് എന്ന് പറഞ്ഞാൽ L1 പ്ലസ് L2 പ്ലസ് എക്സെട്ര അപ് ടു L6 വരെ അല്ലേ? L6 വരെ ഇതെല്ലാം മൈനസ് ഉള്ളതായതുകൊണ്ട് എന്ത് പറ്റും? ഈ ഇവിടെ വരുന്നത് പ്ലസ് ആയി മാറും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ പ്ലസ് സം ഓഫ് ഗെയിൻ പ്രോഡക്ട്സ് ഓഫ് 2 നോൺ ടച്ചിങ് ലൂപ്സ് എന്നാണ്. ഇവിടെ നോൺ ടച്ചിങ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് L1 L5 പ്ലസ് വേറെ ഒന്നുമില്ല. ഇത്രയാണ് ഇതിൻ്റെ എക്സ്പ്രഷൻ ആയിട്ട് വരിക. ഇവിടെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. L1 എന്താണ് L2 എന്താണെന്നൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഓരോ ടേംസും എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ പ്രോഡക്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അത് L1 L5 പ്രോഡക്റ്റ് ആണ് ഇവിടെ എഴുതേണ്ടത്. L1 ഇൻറ്റു L5 ആണ്. ഓക്കെ, അപ്പോൾ അതും പ്ലസ് ആയിട്ട് വരും, ഇതും പ്ലസ് ആയിട്ട് വരും. നെഗറ്റീവ് ഉണ്ടാവില്ല ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സിഗ്നൽ ഫ്ലോ ഗ്രാഫിൻ്റെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത്രയാണ് മൊഡ്യൂൾ 1 essay ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പാർട്ട് ബി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ബാലൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. താങ്ക് യു.